Hello everybody, once again welcome to Shushka the Talk. Here is your Shahjahan, Akri Shahjahan. Akrikade ജീവിതാനുഭവത്തിലൂടെ തുടങ്ങി നിങ്ങൾ ഏറ്റുവാങ്ങിയ നിങ്ങളുടെ സ്വന്തം ശുഷ്കാന്തി ടോക്ക് ചാനൽ. ഓക്കെ, കഴിഞ്ഞ ഞായറാഴ്ച ഞാൻ എന്ത് ചെയ്തു, കോഴിക്കോട് ബീച്ചിൽ നിന്ന് ഒരു വീഡിയോ എടുത്തിട്ടിരുന്നു. നമ്മളെ എന്താ പറയുക, ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലൊക്കെ ഒന്ന് പുറലോകം കറങ്ങണം എന്നുള്ളത്. അപ്പോൾ ഇന്നത്തെ ഞായറാഴ്ച ആയിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ ഇന്ന് ഔട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഇന്ന് സ്വാഭാവികമായിട്ടുള്ള നമ്മളെ സ്വന്തം നാട്ടിലെ പാർത്ത. ഞാനിപ്പോൾ ഇന്ന് സംസാരിക്കുന്നത് ഏകദേശം നമ്മളെ മിക്ക ആണുങ്ങൾക്കും ജോലിയുണ്ട്. ചില ഭാര്യമാർക്ക് മാത്രമാണ് ജോലിയുള്ളത്. മീതി ഇരിക്കണ എല്ലാവരും എന്ത് ചെയ്യണേ, വീട്ടിലിരിക്കണം അല്ലേ? അപ്പോൾ നമുക്കൊരു കാഴ്ചപ്പാടുണ്ട് ആണുങ്ങൾക്ക്. എത്തപ്പോൾ പെണ്ണുങ്ങൾക്കൊക്കെ പെരിയിൽ പണി. നമ്മളിത് ഇടങ്ങാറായി കഷ്ടപ്പെട്ട് രാത്രി ഭക്ഷണത്തിനുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുവന്നു. ഓല് രാവിലെ ഒന്ന് അങ്ങോട്ടാക്കി ഇങ്ങോട്ടാക്കി എന്താ പറയുക, ആ പരിപാടിയാണ് തീർത്ത്. ഓല് ഫുള്ള് ഫ്രീ അല്ലേ എന്നുള്ളൊരു കാഴ്ചപ്പാടിൽ നിൽക്കണതാണ് നമ്മളെ മിക്ക ആണുങ്ങളും. അല്ലട്ടാ, ഈ വർഷത്തിൽ 365 ദിവസം ഉണ്ടെന്നുണ്ടെങ്കിൽ വീട്ടിലാണെങ്കിൽ കൂടിയും നിങ്ങൾ തന്നെ കണക്കൂട്ടി വെക്കുകയാണെങ്കിൽ ഈ 365 ദിവസം പള്ളർച്ച് പണിയുണ്ട്. കാരണം എന്താ വെച്ചാൽ നമുക്കറിയാം, 2-3 കുട്ടികളുണ്ടെങ്കിൽ ഓരോ സ്കൂൾക്ക് പറഞ്ഞേക്കാനുള്ള ബുദ്ധിമുട്ടുകൾ. അതുകൂടെ തന്നെ അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ആണുങ്ങളെ സംബന്ധിച്ചിടത്തോളം ലീവാണെന്നാണ് കിടന്നുറങ്ങാം. നേരെ മറിച്ച് എത്താ പരിപാടി ഈ 365 ദിവസവും എല്ലാ പരിപാടികളും അതേമാതിരി റൊട്ടീനായിട്ട് പോകണം. കാരണം വീട്ടിലുള്ള ഒരൊറ്റ പണികൾക്ക് ഒഴിവില്ല. ഒരു ദിവസം ലീവാക്കി എടുത്തു നോക്കി. സംഭവം പ്രവാസികൾക്കൊക്കെ സംഭവം അല്ലെങ്കിൽ കൂടിയും നോർമൽ ലൈഫിൽ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഭാര്യമാരുടെ ഡ്യൂട്ടി മിക്ക ഒരു ആണുങ്ങൾ ഏറ്റെടുത്ത് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് തന്നെ മനസ്സിലാകും. 365 ഡേയ്സിലും നല്ലോണം വർക്കുണ്ട്. അപ്പം നമ്മൾ കാണാത്ത ഒരുപാട് പ്രയാസങ്ങളും പ്രതിസന്ധികളും അതിൽ ബാക്കിലുണ്ട്. ഒരു ദിവസമൊക്കെ ആണെങ്കിൽ ഓക്കെ, നമ്മൾ ചാലഞ്ചായിട്ട് ഏറ്റെടുത്തിട്ടാണ് ചെയ്യാൻ കൂട്ടിക്കോളി. പക്ഷെ നിങ്ങൾ മൊത്തം 360 ദിവസത്തിൽ ചെയ്യാൻ കഴിയുമോ? കഴിയൂല. കാരണം നമ്മൾ ഓരോരു ഭാഗത്ത് നിന്ന് സംസാരിക്കല്ല. നമുക്ക് നല്ല കഷ്ടപ്പാടുണ്ട്, പുറത്തുനിന്ന് പോയി സമ്പാദിച്ച് ബുദ്ധിമുട്ടി കൊണ്ടുവരാനൊക്കെ. എന്നിരുന്നാലും അവർ ചെയ്യുന്ന ജോലിയെക്കുറിച്ച് നമുക്ക് 100% ബോധ്യം വേണം. അപ്പോൾ ഞാൻ നാളെ മുമ്പ് ഒരു വീഡിയോ ഇട്ടിരുന്നു, തേങ്ങ പൊളിച്ച് കണ്ടിരിക്കണം. അപ്പോൾ അതിൽ കുറേ കമൻറ്റ് തന്നീനും. ഇത് പിന്നെ എന്താ പറയുക, ഓൾക്ക് ചെറിയ ഹെൽപ്പിങ് മാത്രമല്ല, നമ്മൾ അതൊക്കെ ഒന്ന് കണ്ടുപഠിച്ച് ഇപ്പം ഒരു ഞായറാഴ്ചകളിൽ ചിലപ്പോൾ ഔട്ടിങ്ങിന് പോകാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഒരു ദിവസത്തെ വീട്ടിലെ എന്താ പറയുക കൂട്ടുത്തരവാദിത്തത്തോട് ചെയ്യേണ്ട ജോലികളൊക്കെ ചെയ്യുമ്പോൾ ഭയങ്കര രസമായിരിക്കും അല്ലേ? കാരണം ഒരു കാര്യത്തിൽ ഹെൽപ്പ് ചെയ്യുക. ഓര് ചിലപ്പോൾ ഭക്ഷണം ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ എന്തെങ്കിലും തുടച്ചു കൊടുക്കുക, അല്ലെങ്കിൽ എന്തിലേക്കെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് ഹെൽപ്പ് ചെയ്ത് കൊടുത്തൊക്കെയാണ് ഭയങ്കര ഒരു ഹാപ്പിനെസ് ആയിരിക്കും, ഒരു ഹാപ്പി മൂഡായിരിക്കും. അപ്പോൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഒരുമിച്ച് പോകുമ്പോഴുള്ള ഒരു സന്തോഷം അത് വല്ലാത്തൊരു സംഭവമാണ്. അതുകൊണ്ട് വീട്ടിലെ ജോലി എന്ന് പറഞ്ഞാൽ 360 ദിവസമുള്ള ജോലിയും അതൊരു കാരണവശാലും മറ്റുള്ള ആണുങ്ങൾ ജോലി ഒരു കാരണവശാലും കുറച്ച് കാണില്ല ചേട്ടാ. കാരണം നമ്മളൊക്കെ നല്ലോണം അധ്വാനിച്ചിട്ടാണ് വീട്ടിൽ കൊണ്ടുവരേണ്ടത്. പക്ഷേ ഒരു കാരണവശാലും നമ്മൾ അതേ സമയം പെണ്ണുങ്ങളെ ജോലി ചെറുതാണെന്നുള്ളത് ഒരു കാരണവശാലും മനസ്സിലാക്കരുത്. അവർക്കും അവരുടേതായ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ജോലിയുടെ പ്രയാസങ്ങൾ ഒത്തിരി ഉണ്ട്. അപ്പോൾ അവർക്ക് ആ പ്രഷറും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് അത് ലഘൂകരിക്കാൻ എന്ത് ചെയ്യുക, നമ്മൾ ആ ഒരു മോഡിൽ കൂടെ അങ്ങനെ ഡൈവേർട്ട് ചെയ്ത് പോകാൻ ശ്രമിക്കുക എന്നുള്ളത് മാത്രമാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളോട് പറയാനുള്ളത്. കാരണം കുറേ എല്ലാവരും ചെയ്ത് പറയാനുണ്ട്. കാരണം ഇന്ന് കുറച്ച് ചില്ലറ പരിപാടികളുള്ളതുകൊണ്ട് ഒന്ന് ഷോർട്ടാക്കിയതാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ വീട്ടിലെ